ഷാഫി വരുമ്പോഴേ ഷാഫി അവിടെ വേറെ ഏതോ ഒരാൾ വെച്ച കുറച്ച് കോമഡി കട്ടെടുത്തോണ്ട് വരുന്ന പോലത്തെ ഒരു ഫീല്. അപ്പൊ അതൊക്കെ ആ മൂലയ്ക്ക് വേറെ ഏതോ ഒരാൾ കുറച്ച് കോമഡി വെച്ച് പുള്ളി അതിൽ നിന്നൊരു പിടി എടുത്തോണ്ട് നല്ല ഒരു ചെറിയ നോട്ടമുള്ള പരിപാടി. എവിടെ നിന്ന് വരുന്നു? ഞാൻ പട്ടാമ്പി കാരക്കാട്. രതീഷ് കാരക്കാട് എന്ന് പറഞ്ഞ് ഞങ്ങളുടെ പരിചയത്തിൽ ഒരാളുണ്ടല്ലോ. ഞങ്ങൾ ചെറിയൊരു ബന്ധമുണ്ട്. എന്താ ബന്ധം അത്? പുള്ളിയുടെ അസിസ്റ്റന്റ് ആയിട്ട് 2 വർഷം ചീത്ത കെട്ട് നടന്നിട്ടുണ്ട്. രതീഷ് കാരക്കാട് എന്ന് പറയുന്നത് ഒരുപാട് ടെലിവിഷൻ ഷോകളുടെ ഒരുപാട് കലാകാരന്മാരെ വാർത്തെടുത്തിട്ടുള്ള ഒരു ഫേമസ് ആയിട്ടുള്ള ഗ്രൂമറാണ്. അതേ ഒരു ആർട്ടിസ്റ്റാണ്. രതീഷ് ചീത്ത പറഞ്ഞെന്നാണോ അതോ രതീഷിന്റെ കൂടെ നടക്കുന്നതിന് വീട്ടുകാർ ചീത്ത പറഞ്ഞെന്നാണോ? ഞാനും ധർമ്മജനും കൂടി ഒരു കാസറ്റ് എഴുതാൻ വേണ്ടി ഇരുന്നപ്പോൾ ചോറ്റാനിക്കൊരു ഹോട്ടലിലാണ് ഒരു പയ്യൻ വന്നു. എന്നിട്ട് പറഞ്ഞു എനിക്ക് ഭയങ്കര ആഗ്രഹമുണ്ട് നിങ്ങളുടെ കൂട്ടത്തിൽ ഇരിക്കാൻ, എഴുതാൻ, ഞാൻ കോമഡി എഴുതും എന്നൊക്കെ പറഞ്ഞ് അവൻ കൂട്ടത്തിൽ കൂടി കേട്ടോ. നമ്മൾ കൂട്ടിയതല്ല, പുള്ളി അങ്ങ് ഒട്ടി. 2-3 ദിവസം കഴിഞ്ഞപ്പോൾ കോളിമ്പലടിച്ച് തുറന്നു നോക്കിയപ്പോൾ 2 പോലീസുകാർ നിൽക്കുക. സംഗതി എന്നറിയോ, ഈ ചെറുക്കം വീട്ടിൽ പറയാതെ ഒളിച്ചോടി വന്നേക്കുക ഞങ്ങളുടെ കൂടെ സ്ക്രിപ്റ്റ് എഴുതാൻ വേണ്ടിയിട്ട്. ഗ്യാപ്പ് കിട്ടിയപ്പോൾ കയറിയതാ. ഇത് അങ്ങനെയൊന്നും അല്ലല്ലോ, വീട്ടിൽ പറഞ്ഞിട്ട് വന്നതല്ലേ. താങ്ക് യു. അപ്പോൾ ഞാൻ ഇങ്ങനെ ചാനലിലും മറ്റു കാര്യങ്ങളൊക്കെ ആയിട്ട് ഇങ്ങനെ ഓടി നടക്കുമ്പോൾ വീട്ടുകാരിങ്ങനെ പറയും ഇങ്ങനെ നടന്നാൽ മതിയോ, കല്യാണമൊക്കെ കഴിക്കണ്ടേ. അങ്ങനെ വീട്ടുകാർ നിർബന്ധപ്രകാരം ഞാൻ ആദ്യമായിട്ട് പെണ്ണ് കാണാൻ പോയ കഥയാണ് പറയുന്നത്. എനിക്ക് ഭയങ്കര പേടിയുണ്ട് പെണ്ണ് കാണാൻ ആദ്യമായിട്ട് പോകാനുള്ളൂ. അപ്പോൾ എന്താ പറയേണ്ടതെന്നും അറിയില്ല. അപ്പോൾ സുഹൃത്തുക്കളോട് ചോദിച്ചപ്പോൾ പേടിക്കാനൊന്നുമില്ല, എന്താ പേര്, എത്രയിലാണ് പഠിക്കണത്, ഈ 2 സംഭവമുള്ളൂ, ഇത് സിമ്പിളല്ലേ. അപ്പോൾ ഞാൻ വീട്ടിൽ നിന്ന് വണ്ടി കയറി ഇങ്ങനെ പോകുമ്പോൾ എന്താ പേര്, എത്രയിലാണ് പഠിക്കണത് ഇങ്ങനെ മനസ്സിൽ റേസിൽ അങ്ങനെ എത്തി. അങ്ങനെ എല്ലാവരും ഇരുന്നു, പെങ്ങന്മാരും ഞാനും സുഹൃത്തുക്കളും ഒക്കെ ഇരുന്നു. അപ്പോൾ പെൺകുട്ടി വെള്ളം കൊണ്ട് ഇങ്ങനെ വന്നു. അപ്പോൾ ഞാനാകെ എണീച്ചിട്ടുണ്ട്, എത്രയിലാണ് പേര് ചോദിച്ചു. അപ്പോൾ അവൾ നാണിച്ചിട്ട് 10 വസീലാറിന് പോയി. അപ്പോൾ വീട്ടുകാർ പറഞ്ഞില്ല, സംസാരിച്ചു, എന്തെങ്കിലും സംസാരിക്കണമെങ്കിൽ റൂമിൻ്റെ ഉള്ളിൽ സംസാരിച്ചു. ഉറപ്പായി ഞങ്ങൾ 2 ഇങ്ങനെ റൂമിലേക്ക് കയറി. അപ്പോൾ ഞാൻ കാര്യമായിട്ട് സംസാരിക്കൽ ഡോറും എല്ലാം ഇങ്ങനെ അടച്ച ഉടനെ അവള് ഭയങ്കര ചേറല്. അപ്പോൾ പിന്നെ എല്ലാവരും ഓടി വന്നു. സത്യമായിട്ടും വല്ലായി ഞാൻ ഒന്നും ചെയ്തിട്ടില്ല. അപ്പോൾ ആരൊക്കെ നോക്കിയിട്ട് ഞാൻ ഒന്നും ചെയ്തില്ല, തൊട്ടിട്ട് പോലില്ല. എന്താ സംഭവം ചോദിച്ചാൽ ഈ മജ്ജത്ത് വാതിലിൻ്റെ ഇടയിൽ എൻ്റെ കജ്ജ് കുടുങ്ങിയെന്ന്. വാതിലിൻ്റെ കൈ കുടുങ്ങിയെന്നല്ലേ ആ ഭാഷയെ പറഞ്ഞത്? അതെ അത് എഴുതി കാണിക്കില്ലാത്തതുകൊണ്ടൊന്ന് കൃത്യമായിട്ട് പറയുന്നത് നല്ലതായിരുന്നു. ചില സാധനങ്ങൾ ഒരു വരി മാറിയ കഥ മുഴുവൻ മാറും. ഒരു നാടകം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ നാടകത്തിൽ ഏതാണ്ട് വീണ്ടും ചില വീട്ടുകാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ സിനിമയുടെ കഥയൊക്കെ തന്നെയാണ് നാടകത്തിന്. അതായത് ആദ്യ സീൻ നാടകം തുടങ്ങി കാർട്ടൂൺ ഇട്ടപ്പം ഒരു വലിയ ജസ്റ്റിസ് പ്രതാപവർമ്മ മേനോൻ എന്നൊക്കെ പറഞ്ഞ ഒരാൾ വാദിക്കിയിരിക്കുന്നു. അദ്ദേഹത്തിൻ്റെ മകൻ മറ്റൊരു പെൺകുട്ടിയെ വിവാഹം കഴിച്ച്, അന്യമതസ്ഥ ഒരു പെൺകുട്ടിയെ വിവാഹം കഴിച്ച് ഈ വീട്ടിലേക്ക് കയറി വരുമ്പം അച്ഛൻ ഞങ്ങളെ അനുഗ്രഹിക്കണം, ഞങ്ങളെ അകത്തോട്ട് കയറ്റണം എന്ന് പറയുമ്പോൾ ഇല്ല നീ കടക്ക് പുറത്ത് എന്ന് പറഞ്ഞ് അയാളെ ഇറക്കി വിട്ടിട്ട് ഇവനും ആ പെണ്ണും കൂടെ ജീവിതത്തിൽ വിജയം നേടി 2 മണിക്കൂറിൻ്റെ നാടകം തീരുമ്പോൾ അയാൾ ആ വീട്ടിലേക്ക് സ്വീകരിക്കുന്നതായിരുന്നു ഈ നാടകം. ഈ ജസ്റ്റിസ് ആയിട്ട് അഭിനയിക്കുന്ന പുള്ളി 2 അടിച്ചിട്ടുണ്ടായിരുന്നു, നല്ല സ്മോളായിരുന്നു. അപ്പോൾ ഫസ്റ്റ് വന്നിട്ട് അച്ഛൻ ഞങ്ങളെ അനുഗ്രഹിക്കണം, വീട്ടിലോട്ട് കയറ്റണം എന്ന് പുള്ളി വാ എന്ന് പറഞ്ഞ് കയറ്റി നാടകം തീർന്നുപോയി. മൊത്തം 5 മിനിറ്റ് കൊണ്ട് നാടകം തീർന്നുപോയി. എന്നിട്ട് 2ാമത് അനൗൺസ് ചെയ്തിട്ട് തുടങ്ങുക ഇത്. ചെറുപ്പം ഞാനൊരു പ്രേമിച്ചിരുന്നു, ആ ഒരു കഥ. സ്കൂളിൽ ഞാൻ കാരക്കാട് നാട്ടിൻപുറത്ത് സ്കൂളിൽ നിന്ന് 7 വരെ സ്കൂളുള്ളൂ. അങ്ങനെ 8ാം ക്ലാസ്സിലേക്ക് ഞാൻ പെരിന്തൽമണ്ണ സ്കൂളിലേക്ക് എന്നെ കൊണ്ടാക്കി. അപ്പോൾ ചെറുപ്പത്തിൽ തന്നെ കലനോട് താല്പര്യം ഉണ്ടായിട്ട് മിമിക്രിയും പാട്ടൊക്കെ പാടിയിട്ട് ഇങ്ങനെ ഈ സ്കൂളിലെത്തിയപ്പോൾ 8ാം ക്ലാസ്സിൽ നിന്ന് യൂത്ത് ഫെസ്റ്റിവലിൽ പങ്കെടുത്തു. അങ്ങനെ മിമിക്രിക്കും മാപ്പിളപ്പാട്ടിനും ഫസ്റ്റ് കിട്ടി. അങ്ങനെ സബ് ജില്ലയിലേക്ക് കൊണ്ടുപോവാണ്. അപ്പോൾ സബ് ജില്ലയിലേക്ക് എന്നെ കൊണ്ടുപോകുമ്പോൾ എൻ്റെ തൊട്ടടുത്ത് ഒരു ശ്രുതി പറഞ്ഞൊരു പെൺകുട്ടി വന്നിരുന്നു. അപ്പോൾ ഞങ്ങൾ പരിചയപ്പെട്ടപ്പോൾ ശ്രുതി കുച്ചിപ്പുടി ഭരതനാട്യം ഇതിലൊക്കെ ഫസ്റ്റ് ഉണ്ട് പറഞ്ഞ് അങ്ങനെ ഞങ്ങൾ പരിചയപ്പെട്ടു. ജില്ലയിലേക്കും ഞങ്ങൾ ഒരുമിച്ചുണ്ടായിരുന്നു. സ്റ്റേറ്റിൽ പ്രാവശ്യം പോയില്ല, പിറ്റത്തെ വർഷം 9th സ്റ്റേറ്റ് വരെ ഞങ്ങൾ പോയി. അപ്പോൾ സ്റ്റേറ്റിൽ നിന്ന് ഞങ്ങൾ നല്ല ഫ്രണ്ട്സായി, ചെറിയൊരു പ്രേമൊക്കെ ഉടലെടുത്ത്. അന്ന് ഫോണൊന്നുമില്ലല്ലോ, അപ്പോൾ ചെറിയ കത്തൊക്കെ കൈമാറി. അങ്ങനെ 10ാം ക്ലാസ്സിൽ നിന്ന് കത്ത് കൊടുക്കുന്നതിൻ്റെ ഇടയിൽ അച്ഛൻ പിടിച്ച് ആകെ സീനായി. കുറച്ച് നേരം ഗ്യാപ്പ് ഇട്ടു. പിന്നെയും +1 +2 ഭയങ്കര പൊരിഞ്ഞ പ്രേമമായി. അങ്ങനെ ഡിഗ്രിക്ക് ഞങ്ങൾ പ്ലാൻ ഇട്ടു ഒരേ കോളേജിൽ ചേരാമെന്നൊക്കെ. എന്തോ ഒരു ഇത് കാരണം ഡിഗ്രിക്ക് ഒരിക്കലും ഞാൻ പഠിക്കുന്ന കോളേജിൽ അവൾ അച്ഛനാക്കിയില്ല. എന്തോ ഒരു കാരണമല്ല, നീയാണ് ആ കാരണം. അതെ, ഞങ്ങളുടെ പ്രേമാണ് കാരണം. അപ്പോൾ ഇനി പ്രേമിച്ച് 2 മതത്തിൽ പെട്ടവരാണെങ്കിൽ എന്തെങ്കിലും വിഷയം എന്താ എന്നറിയില്ല. എന്തായാലും ചുരുക്കി പറഞ്ഞാൽ ഞങ്ങൾ 2 2 കോളേജിലാണ് പഠിച്ച്. പിന്നെ അവളെ ഇതുവരെ കണ്ടില്ല. ഞാൻ ഫേസ്ബുക്കിൽ ശ്രുതി ഹസൻ, ശ്രുതി നായർ, നമ്പ്യാർ പല പേരും സെർച്ച് ചെയ്തു, കണ്ടില്ല. അങ്ങനെ കുറേ കാലത്തിന് ശേഷം എനിക്കൊരു മെസ്സേജ് വന്നു, ഹായ്. അപ്പോൾ ഞാൻ നോക്കുമ്പോൾ ശ്രുതിയൊക്കെ എൻ്റെ മനസ്സിൽ എന്തൊക്കെയോ ഒരു സംഭവം ഉള്ളെന്ന് അടിയിൽ നിന്ന് മേലെ കയറി ഞാൻ ഹായ് ആലോചിച്ചപ്പോൾ
എന്നെ മനസ്സിലായോ, ഞാൻ പഴയ ശ്രുതിയാണ്, നമ്മൾ സ്കൂളിലും ഒക്കെ ഒപ്പം പഠിച്ച ശ്രുതിയാണ് പറഞ്ഞു. അപ്പോൾ എന്താ വിശേഷം, സുഖമാണോ എന്നൊക്കെ ചോദിച്ച് എന്നോട് വാട്സപ്പ് നമ്പറും ചോദിച്ചു. ഞാൻ ഒന്നും നോക്കില്ല, വേഗം വാട്സപ്പ് നമ്പർ കൊടുത്തു. പിന്നെ വാട്സപ്പിൽ എനിക്ക് മെസ്സേജ് അയച്ചു, എന്താ വിശേഷങ്ങൾ. അപ്പോൾ ഞാൻ പറഞ്ഞു ഇങ്ങനെ കല്യാണം നോക്കിക്കൊണ്ടിരിക്കുകയാണ്, കല്യാണം കഴിഞ്ഞിട്ടൊന്നുമില്ല. അപ്പോൾ നിൻ്റെ വിശേഷം എന്ന് വെച്ചപ്പോൾ കല്യാണം കഴിഞ്ഞു, 2 കുട്ടികൾ, ഹസ്ബൻഡ് ഗൾഫിലാണ്. അപ്പോൾ എൻ്റെ മനസ്സിൽ ഭയങ്കര കിളി പോയി, നമ്പറൊക്കെ കിട്ടിക്കല്ലേ. അങ്ങനെ ഭയങ്കര പരിചയമായിട്ട് എന്നോട് ഒരു ഹെൽപ്പ് ചെയ്യുക ചോദിച്ചു. ഞാൻ പറഞ്ഞു ഒന്നല്ല 1000 ഹെൽപ്പ് ചെയ്യുക, കാരണം നമ്മുടെ പഴയ കാമുകിനെ കണ്ടിട്ട് ആ ഒരു സന്തോഷത്തിൽ. അപ്പോൾ എന്ത് ഹെൽപ്പ് വേണമെങ്കിലും ചെയ്യുക പറഞ്ഞപ്പോൾ എനിക്കൊരു ലിങ്ക് അയച്ചു തന്നു. എന്നിട്ട് പറഞ്ഞു അതൊന്ന് ഓപ്പൺ ചെയ്ത് എൻ്റെ പുതിയ യൂട്യൂബ് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ. പഴയ കുപ്പിയും പാട്ടിയും പ്ലാസ്റ്റിക്കും പെറുക്കി ബെൻസ് മേടിച്ച നാടാണ് ഞങ്ങളുടെ നാട്, അതായത് പഴയ ഓൾഡ് സ്ക്രാപ്പിൻ്റെ നാട്. അപ്പോൾ എനിക്കും അതിൻ്റെ പരിപാടി ഉണ്ടായിരുന്നു, ഇരുമ്പ് കച്ചവടം. അപ്പോൾ ഞങ്ങളിങ്ങനെ ഈ പഴയ സാധനങ്ങൾ എടുത്തിട്ട് സ്ക്രാപ്പിൻ്റെ പരിപാടി. കോമഡി കേട്ടപ്പോൾ തോന്നി. ഇപ്പൊ കല്യാണം കഴിഞ്ഞാ? കല്യാണം കഴിഞ്ഞില്ല, നോക്കിക്കൊണ്ടിരിക്കുന്നു. കഴിഞ്ഞാ? ഇല്ല, കഴിഞ്ഞിട്ടില്ല. അല്ല, ഇപ്പൊ ഇത് പെർഫോമൻസ് ഇത് അതിനുള്ള സെറ്റപ്പ് ആണോ എന്ന് എനിക്കൊരു തോന്നല്. എനിക്ക് അതൊക്കെയാ തോന്നുന്നത്. പുള്ളിക്ക് ഇവിടെ വരിക, തമാശ പറയുക എന്നുള്ളതൊന്നും ഒരു ലക്ഷ്യമേ അല്ല. ചെറിയൊരു പെണ്ണ് കാണലും പരിപാടിയൊക്കെ ഇതിന്റെ ലിങ്ക് അയച്ചു കൊടുത്തിട്ട് വേണം ഇനി വേറെ ആരെയൊക്കെയോ ചെറുതായിട്ട് പ്രപ്പോസ് ചെയ്യാന്നുള്ളൊരു. അപ്പോൾ ഞങ്ങൾ ഇതേമാതിരി ഇങ്ങനെ വീട്ടിൽ കച്ചവടം, വീട്ടിൽ കൂടെ പഴയത് എന്തെങ്കിലും ഉണ്ടോ എന്നൊക്കെ ചോദിച്ച് ഇങ്ങനെ പോയി. അങ്ങനെ ഒരു പഴയ ഈ മരമില്ല് നടത്തിയിരുന്ന ഒരാളുടെ വീട്ടിലെത്തി. അപ്പോൾ ഈ മരമില്ല് ചേട്ടാ പഴയ എന്തെങ്കിലും കൊടുക്കാണ്ട് ചോദിച്ചു. അപ്പോൾ ആ ഉണ്ടല്ലോ പറഞ്ഞിട്ട് ഇക്ക ഞങ്ങളെ അടുക്കളുടെ അധ്യയനം ഇങ്ങനെ കൊണ്ടുപോയി. അപ്പോൾ ഞങ്ങൾ ഇപ്പോൾ 20 രൂപ ഇരുമ്പിന് വില ഉണ്ടെങ്കിൽ ഞങ്ങളത് 22 പറയും, കാരണം 18ഉം 19ഒക്കെ ചോദിച്ചിട്ട് കൊടുക്കാതിട്ട മുതലാന്നൊക്കെ പറഞ്ഞു. അപ്പോൾ നമ്മളിത് ഗ്ലാസ് ഉണ്ട്, ഇങ്ങനെ തൂക്കണ ഗ്ലാസ് നമ്മൾ തിരിച്ചു കഴിഞ്ഞാൽ അഡ്ജസ്റ്റ് ചെയ്യാം. അങ്ങനെ ഇക്ക ചാക്ക് കാണിച്ചു തന്നു. അപ്പോൾ ഞാൻ ചാക്ക് പൊക്കി, ഏകദേശം 50 കിലോ വരും. ഞാനപ്പോൾ ഈ ഗ്ലാസ് കൊളത്തിട്ട് ഇക്ക ഇത് ഒരു 30 കിലോനുള്ളൂ എന്നിട്ട് അവിടെ വെച്ചു. അപ്പോൾ ഇക്ക മെല്ലെ വന്ന് ചാക്കിൻ്റെ കയറൊക്കെ മെല്ലെ അയച്ച് ചാക്ക് ചെരിഞ്ഞ് ഇക്ക കാണിച്ചൊന്നും 25 കിലോൻ്റെ 2 കട്ടി വ്യക്തമായി എഴുതി വെച്ചിട്ടുണ്ട്. 25 കിലോൻ്റെ 2 കട്ടി. അതോടെ ആ കച്ചവടം പൊളിഞ്ഞു. ഞങ്ങളുടെ കുട്ടിക്കാലത്ത് അധികം 2 നില വീടില്ല, ഒരു വലിയ 2 നില വീട് അവിടെ വെക്കാനായിട്ട് തുടങ്ങി. ആ 2 നില വീടിൻ്റെ പണി തുടങ്ങിയിട്ട് പക്ഷേ പകുതി ആയപ്പോഴത്തേക്ക് ആ പണി നിന്നുപോയി. അപ്പോൾ അന്ന് കാലത്ത് തന്നെ ഈ പണക്കാരൻ വീട് പണിയാൻ വേണ്ടിയിട്ടുള്ള ഫുൾ മണലും ഒരു 20 ലോഡ് മണൽ ആദ്യം അങ്ങ് ഇറക്കി, എന്നിട്ടാണ് പണി തുടങ്ങുന്നത്. പണി 2 നിലയുടെ പകുതി സ്ട്രക്ചറൊക്കെ ആയപ്പോൾ തന്നെ പണി നിന്നുപോയി. ആ വീട് പിന്നെ കാലങ്ങളോളം അവിടെ നിന്നു. പിന്നീട് ആ വീട് സാമൂഹ്യ വിരുദ്ധരുടെ ഒരു സ്ഥലമായി മാറി. അത്യാവശ്യം 2 അടിക്കണമെങ്കിൽ ആ പണി തീരാതെ വീട്ടിൽ കയറിയിരുന്ന് അടിക്കുക, അങ്ങനെ വട്ടം കൂടാനുള്ളൊരു സ്ഥലമായി. ചീട്ട് കളിക്കാർക്ക് മഴ കൊള്ളാതിരുന്ന് ചീട്ട് കളിക്കാനുള്ളൊരു സ്ഥലമായി. അയാൾ വേറെ എവിടെയാണ് വരാറില്ല. അങ്ങനെ ആ വീടിൻ്റെ സൺഷെയ്ഡിലൊക്കെ മാവ് കിളുത്തിട്ട് ആ മാവൊക്കെ കായ്ച്ചു. പിന്നെ അത് വേറെ കൂടി അത്രയും പഴയ വീടായി. ഞങ്ങൾ കുറച്ച് പഴയ കൂട്ടുകാർ ഇതുപോലെ ആ വീട്ടിലൊരു ചെറിയ കമ്പനി കൂടുതൽ തുടങ്ങിയപ്പോൾ ഞങ്ങളുടെ ബാല്യം ഓർമ്മ വന്നു. അന്ന് ഈ 5 ലോഡ് മണലിറക്കിയ സമയത്ത് ഞങ്ങൾ ഈ 2ാമത്തെ നിലയിൽ നിന്ന് ഈ മണലിലോട്ട് ചാടുമായിരുന്നു. അത് ഞങ്ങളുടെ ഒരു സ്ഥിരം കളിയായിരുന്നു, ഈ മണലിലോട്ടുള്ള ചാട്ടം. കള്ളു കുടിച്ചു കഴിഞ്ഞപ്പോൾ ഒരു ചെറിയ ബാല്യം വന്നപ്പോൾ എല്ലാവർക്കും 2ാമത് ചാടാൻ പറ്റുമോ എന്നുള്ള ചോദ്യമായി ആ മണലിലോട്ട്. ശരി, അപ്പോൾ ഞാനൊന്നും ഇല്ല എന്ന് പറഞ്ഞു. എൻ്റെ ഒരു കൂട്ടുകാരൻ സുജിത്ത് എന്ന് പറഞ്ഞവൻ പറഞ്ഞു ഞാൻ ചാടാം, അടിച്ചതിൻ്റെ വാറുമുണ്ട്, ചാടുവാണെങ്കിൽ ഒരു കുപ്പി ബെറ്റ്. അങ്ങനെ സുജിത്ത് മുകളിൽ നിന്ന് താഴത്തേക്ക് ചാടി. ഞങ്ങൾ സ്റ്റെപ്പ് വഴി ഓടി താഴത്ത് ചെന്നപ്പോൾ സുജിത്ത് മണലിരുന്നിട്ട് ചെന്ന് കുപ്പി മേടിച്ചോണ്ട് പോവാ, ബെറ്റ് വെച്ചാൽ ബെറ്റായിരിക്കണം, അല്ലാതെ അതൊന്നും അല്ലാതെ ഞുടണം. ബൈക്കിൽ ഞാനൊരു കൂട്ടുകാരനും കൂടെ പോയി കുപ്പിയും കൊണ്ട് തിരിച്ചു വന്നപ്പം സുജിത്ത് അവിടെ ഇല്ല. അപ്പോൾ അവിടെ പശുവിനെ തീറ്റിക്കൊണ്ടൊരു ചേച്ചി ഇപ്പം ഞാൻ ചോദിച്ചു, ചേച്ചി ഇവിടെ ഒരു പുള്ളി ഇരിപ്പുണ്ടായിരുന്നല്ലോ കണ്ടോ? അതാരാ മോനെ? ഞാൻ പറഞ്ഞു എൻ്റെ കൂട്ടുകാരനാ. അയ്യോ പുള്ളിയുടെ 2 കാലും ഒടിഞ്ഞ് ആശുപത്രി കൊണ്ടുപോയേക്കുവാന്ന്. 2 കാലൊടിഞ്ഞിട്ടേ അഭിമാനം വിടാതെ പോയി കുപ്പി മേടിച്ചോണ്ട് പോവാന്ന്. അതായത് 10-25 വർഷം കൊണ്ട് ഈ മണലൊക്കെ ഉറച്ച് പാറക്കല്ല് പോലെ ആയിട്ടിരിക്കും. അതിൻ്റെ പുറത്തോട്ട് 2 നിലയുടെ മേലിൽ നിന്ന് ചാടിയേക്കുന്നത്. കഞ്ഞിക്കട നടത്തിയിരുന്നു കുറച്ച് മുന്നേ നാട്ടിൽ. അപ്പോൾ ഈ പള്ളിയുടെ അടുത്താണ് കഞ്ഞിക്കട. അപ്പോൾ നമ്മുടെ ഒരു ഇക്ക, അതായത് പാപ്പങ്കാട്ടിലെ അംസക്കാരൻ്റെ ഇക്ക, ഇതേമാതിരി പുള്ളിയുടെ മൂത്ത മരണപ്പെട്ടു, പെട്ടെന്ന് മരണപ്പെട്ട്. അപ്പോൾ അതിൻ്റെ കൊല്ലം തേച്ചിൽ പറയില്ലേ, അപ്പോൾ ഈ കൊല്ലം തേച്ചിൽ ഈ കബറിങ്ങ പോയിട്ട് ദുആ ചെയ്ത് വരുമല്ലോ. അപ്പോൾ പുള്ളി ഈ ഇക്കാൻ്റെ മൂത്ത മോൻ മരണപ്പെട്ടു. 2ാമത്തെ മോനെ കൂട്ടിയിട്ട് പള്ളിക്ക് പോയി ദുആയൊക്കെ ചെയ്ത് ഇങ്ങനെ വരികയാണ്. അപ്പോൾ വരുമ്പോൾ നമ്മുടെ കഞ്ഞിക്കട കയറിയിട്ട് 2 കഞ്ഞി പറഞ്ഞു. അപ്പോൾ നല്ല ചൂട് 10 മണിക്കാണ് തിളച്ച കഞ്ഞി നേരെ കൊണ്ടുവച്ച് കൊടുത്ത് 2 ആളും. അപ്പോൾ ഈ ചെറിയ ആദ്യം കഞ്ഞിൻ്റെ അടുത്ത് ഇട്ടു.
തൊള്ള പൊള്ളിക്കുക, വായ പൊള്ളി ആകെ ഇറക്കി കണ്ണെന്നൊക്കെ വെള്ളം ചാടി ഇങ്ങനെ നിൽക്കുക. അപ്പോൾ വാപ്പ എന്താ പറ്റി ചോദിച്ചു. അപ്പോൾ വാപ്പാനോട് മകൻ പറഞ്ഞു, ഒന്നുമില്ലപ്പാ, ഞാൻ ഇക്കാക്ക മരിച്ചത് ആലോചിച്ച് ടെൻഷനായിട്ട് സങ്കടം വന്ന് കരഞ്ഞതാണ് പറഞ്ഞു. അപ്പോൾ ഇപ്പം വിചാരിച്ചു, ഹൗ എൻ്റെ മക്കൾക്ക് നല്ല സ്നേഹമുണ്ടല്ലോ, അങ്ങനെ വാപ്പ രണ്ടാമത് സ്നേഹമുണ്ടല്ലോ. അപ്പോഴാണ് വാപ്പാക്ക് മനസ്സിലായത് ഇത് തൊള്ള പൊള്ളിയിട്ട് മകൻ നുണ പറഞ്ഞാണ്. അപ്പോൾ വാപ്പാടെ കണ്ണൊന്നും വെള്ളം ഇങ്ങനെ വരിക. അപ്പോൾ മകൻ ചോദിച്ചു, അല്ല വാപ്പ നിങ്ങളെന്തിനാ കരയണു ചോദിച്ചു. അപ്പോൾ വാപ്പ പറഞ്ഞു, ഒന്നുമില്ല, എൻ്റെ മൂത്ത മകൻ മരിച്ചതിന് പകരം ഇജ്ജാ മരിച്ചിക്കണിച്ചൊക്കെ ഒരു സങ്കടം ഉണ്ടായിരുന്നില്ലല്ലോ എന്ന് ആലോചിച്ചാണ്. ഞാൻ സ്കൂളിൽ പഠിക്കുന്ന കാലത്ത് ഞാൻ ഈ ആഞ്ഞിലിച്ചക്ക എന്ന് പറഞ്ഞ സാധനം ഉണ്ടല്ലോ, ഈ ആഞ്ഞിലിച്ചക്ക ഉച്ചയ്ക്ക് ഉണ്ണാൻ വിട്ടപ്പോൾ പെറുക്കിക്കൊണ്ട് വന്നിട്ട് ക്ലാസ്സിൽ വെച്ചിട്ട് ആഞ്ഞിലിച്ചക്ക തിന്നുകൊണ്ടിരിക്കുക. ആഞ്ഞിലിച്ചക്ക തിന്നുകൊണ്ടിരിക്കുമ്പോൾ എൻ്റെ കയ്യിലൊരു ഭയങ്കര പഠിത്തക്കാരനുണ്ട്, ശ്രീജിത്ത് എന്ന് പറഞ്ഞ എൻ്റെ അടുത്ത്. അപ്പം ഞങ്ങളെ ആഞ്ഞിലി ബാക്കിലത്തെ ബെഞ്ചിലിരുന്ന് ഉച്ചയ്ക്ക് ഉണ്ണാൻ വിടുന്നതിന് തൊട്ട് മുമ്പ് തന്നെ ബാഗിനകത്ത് കൈ ഇട്ടിട്ട് വാഴയിലയുടെ പൊതി ഇങ്ങനെ തുളച്ച് കൈ കൊണ്ട് കീറി തിന്ന് തീർക്കും. ഞങ്ങൾ തുളച്ചിങ്ങെടുത്ത് തിന്നും. അപ്പോൾ ബെല്ലടിക്കുമ്പോൾ തന്നെ കൈ കഴുകിയാൽ മതി. ബാക്കിയുള്ളവർ ഉണ്ണാൻ കൈ കഴുകുമ്പോൾ ഞങ്ങൾ ഉണ്ട് കഴിഞ്ഞിട്ട് കൈ കഴുകും. ക്ലാസ്സിലിരുന്ന് തിന്നുമായിരുന്നു ഞങ്ങൾ. അങ്ങനെ നേരത്തെ പരിപാടിയുണ്ട്. ഇത് പൊളിക്കാൻ വേണ്ടി ടീച്ചർ ഞങ്ങളെയൊക്കെ മാറ്റിയിരുത്തി. എൻ്റെ കയ്യിലാണെങ്കിൽ ഒരു ആഞ്ഞിലിച്ചക്കയുണ്ട്. ഇതങ്ങ് പൊളിച്ചിട്ട് നല്ല മണവും. ഞാനൊരു 5-6 ആഞ്ഞിലിച്ചക്ക എന്നിട്ട് ഇതിൻ്റെ കുരു കയ്യിൽ തുപ്പി ഇങ്ങനെ പിടിച്ചേക്കുക. 2 കുരു എൻ്റെ കയ്യിലുണ്ട്. ഈ ശ്രീജിത്ത് എന്ന് പറഞ്ഞവൻ എന്തോ സംശയം തോന്നിയിട്ട് എന്നെ ഇങ്ങനെ നോക്കിയിട്ട് കയ്യിലെന്നാ നീ ചോദിച്ചു. ഞാൻ പറഞ്ഞു, മിണ്ടല്ല ടീച്ചർ. അവൻ ഈ ടീച്ചറിനോട് പറഞ്ഞു കൊടുക്കുന്നവനാണ്. ടീച്ചറെ ഇവൻ്റെ ഈ ഒറ്റുകാരനവൻ പഠിത്തക്കാരനാണല്ലോ. ഞാൻ എൻ്റെ കൈ 2 ആഞ്ഞിലിച്ചക്കയുടെ കുരുവും പിടിച്ചിട്ട് ഇവൻ പെട്ടെന്ന് എന്നോട് ചോദിച്ചു കയ്യിലെന്നാ എന്ന് ചോദിച്ചപ്പോൾ ഞാൻ ഇങ്ങനെ തുറന്ന് കാണിച്ചപ്പോൾ ഇവൻ ഇതെന്നാന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു തത്തമ്മയുടെ മുട്ടയാന്ന് പറഞ്ഞു. അല്ലേ പ്രശ്നമാണ്. ഞാൻ പറഞ്ഞു ഇത് തത്തമ്മയുടെ മുട്ടയാണ്. അപ്പോൾ ഉടനെ അവൻ പറഞ്ഞ് ഒരെണ്ണം തന്നില്ലെങ്കിൽ ഞാൻ ടീച്ചറോട് പറയുമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ഒരെണ്ണം ആക്കണ്ട, നീ ഇത് 2 എടുത്തോളാൻ പറഞ്ഞിട്ട് അവന് കൊടുത്ത്. ഇൻ്റർവെല്ലിൽ അവൻ എന്നോട് വന്നിട്ട് ചോദിച്ചു ഇതെന്നാ ചെയ്യണമെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു ഒരു കുഴപ്പമില്ല, വീട്ടിൽ കൊണ്ടുവന്നിട്ട് ഇച്ചിരി വൈക്കോലൊക്കെ വെച്ചിട്ട് അതിൻ്റെ ഇടയിൽ ഈ തത്തമുട്ട വെച്ചാൽ മതി, അത് തത്തമ്മയാവും, 20 ദിവസം കഴിയുമ്പോൾ വിരിയും എന്ന് പറഞ്ഞു. ഞാൻ ആ വിഷയമൊക്കെ വിട്ടു. ഒരു 18 ദിവസം കഴിഞ്ഞപ്പം ഇവൻ്റെ ആഞ്ഞിലിച്ചക്കയുടെ കുരു മുള പൊട്ടിയിട്ട് പച്ച കളർ മുള വരുമല്ലോ അതിനകത്ത്. ഇവൻ എന്നോട് വന്നിട്ട് പറയാ മുട്ട വിരിഞ്ഞ് ചിറക് പുറത്ത് കണ്ടെന്ന് അതിനകത്തുനിന്ന്. അവനിപ്പോ എന്ത് ചെയ്യും? അവനിപ്പോൾ ഓസ്ട്രേലിയയിൽ എഞ്ചിനീയറാണ്. അതാണ് അവൻ പഠിച്ച് ഓസ്ട്രേലിയ എഞ്ചിനീയർ ആയിട്ട് പോയി. നീ ഇപ്പോഴും തത്തയുടെ മുട്ടയുടെ കാര്യം പറഞ്ഞവിടെ ഇറക്കിയാണ്. അപ്പോൾ ബസ്സിൻ്റെ കഥ പറയുമ്പോൾ ഒരു ബസ്സിൻ്റെ കഥ കൂടെ ഉണ്ട്. അതായത് ഞാൻ ഈ ബഷീറിനെ സെയിം ഞങ്ങൾ ഇതേപോലെ യാത്ര ചെയ്യാം. അപ്പോൾ എൻ്റെ അടുത്ത് 5 രൂപ ഉണ്ട്. അപ്പോൾ ഞാൻ 5 രൂപക്കൊരു കടല ഒരു പാറ്റ് വാങ്ങി. അപ്പോൾ പുള്ളിക്ക് വന്നുകൂടെ ആകെ 5 രൂപ ഉള്ളു പറഞ്ഞൊരു കടല വാങ്ങി. അപ്പോൾ ഞാൻ അങ്ങനെ കഴിക്കും, ഒരു കഷ്ണം കൊടുക്കും. അപ്പോൾ അത് തിന്നും, പിന്നെയും ഞാൻ കുറുക്കും, ഒരു മണി ഇട്ട് കൊടുക്കും, തിന്നും. അങ്ങനെ കടല കഴിഞ്ഞ് കവറിട്ട് ഞാൻ ഓർമ്മയില്ലാതെ ഇങ്ങനെ മൂക്കിൽ നിന്ന് ഇങ്ങനെ എടുത്ത് ചുരുട്ടി ഇങ്ങനെ ബസ്സിൻ്റെ പുറത്തേക്ക് ഇട്ടു. പുള്ളി അത് വാങ്ങി എന്താ പല്ലിലൊരു ഒട്ടൽ ഈ കടലക്ക്. അത് പ്രസാദേട്ടൻ ഇതെടുത്ത് ഉരുട്ടിക്കൊണ്ടിരുന്നപ്പം ഒരാൾ ഷെയ്ക്കാൻഡിന് വന്നപ്പോഴേ ഇത് കളയാൻ സ്ഥലമില്ല, എന്നിട്ട് തിരിച്ച് മൂക്കിൽ വെച്ചിട്ട് ഷെയ്ക്കാൻഡ് കൊടുത്തു. ഷാഫി നന്നായിരുന്നു.